സെവിച്ചനെങ്ങനെയാ സെവിച്ച ഓസ്ട്രേലിയ വന്നേ? ഞാൻ ഓസ്ട്രേലിയ വന്നത് കൊച്ചിന്ന് ശ്രീലങ്കൻ ഫ്ലൈറ്റ് പിടിച്ച് ശ്രീലങ്കയിലെത്തി. അവിടുന്ന് പിന്നെ ശ്രീലങ്കയിൽ നിന്ന് പിന്നെ ഒരു സിംഗപ്പൂർ എയർലൈൻ പിടിച്ച് മെൽബണിലെത്തി. എൻ്റെ മനുഷ്യ, ഞാൻ നിങ്ങളുടെ അടുത്ത് തമാശയായിട്ടല്ല ചോദിച്ചത്, സീരിയസ് ആയിട്ടാ ചോദിച്ചത്. സീരിയസ് ആയിട്ടാണോ ചോദിച്ചത്? സീരിയസ് ആയിട്ടാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഹലോ എവ്രി വൺ, ദിസ് ഇസ് സെബിൻ. ഇപ്പം മീലു ചോദിച്ച പോലെ ഞാൻ എങ്ങനെയാണ് ഓസ്ട്രേലിയ വന്നത് നമ്മൾ ചോദിച്ചു. അപ്പം അത് ഒന്ന് ഞാൻ ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഓസ്ട്രേലിയയിൽ വരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും ഓസ്ട്രേലിയ വരാൻ വേണ്ടി. ഇപ്പം ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് ഞാൻ ചൂസ് ചെയ്തത് ഓസ്ട്രേലിയ വരാൻ വേണ്ടി. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇൻറ്റേൺഷിപ്പ് ഏജൻസി എന്ന് പറഞ്ഞൊരു പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷനുണ്ട്. അവർ നമുക്ക് ചില പ്രൊഫഷണൽസ് ഉള്ളവർക്ക് വേണ്ടി പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. അപ്പം അക്കൗണ്ടിങ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, പിന്നെ ഏജ് കെയർ വർക്കേഴ്സ്, പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്തത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണെങ്കിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളതൊരു ഐഡിയാസ് ഉണ്ട്. ഇപ്പം പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതൊരു 1 year പ്രോഗ്രാമാണ്. അപ്പോൾ ആ 1 year പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റേൺഷിപ്പ് ഏജൻസി തന്നെ നിങ്ങൾക്ക് ഒരു എംപ്ലോയറെ ഓർഗനൈസ് ചെയ്ത് തരും. ഇപ്പം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് സർവീസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, കുക്കിങ്ങിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൗസ് കീപ്പിംഗ്, ഫ്രണ്ട് ഓഫീസ്, ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലോട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്കിവർ തരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിനൊരു ഇന്ത്യയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 3 to 5 lakhs എക്സ്പെൻസസ് വരും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്ന പോലെ IELTS-ൻ്റെ ആവശ്യമില്ല. നമ്മൾ അക്കാഡമിക്സ് അത് ഇംഗ്ലീഷിലായാലും മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇപ്പം ഇതിനു വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പ് ഏജൻസിയുടെ ഒരു ലിങ്ക് ഞാനത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അതിൽ കയറുക, അതിൽ രജിസ്റ്റർ ചെയ്തിടുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കും. അതിൽ നിങ്ങളുടെ റെസ്യൂമെ ഫോർവേഡ് ചെയ്യാൻ അവർ പറയും. അപ്പോൾ നിങ്ങൾ അവർ റെസ്യൂമെ ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളുള്ള ഡോക്യുമെൻറ്റ്സും ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഏജൻസി ത്രൂവോ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഏജൻസി ത്രൂ ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെന്യുവനാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അതൊരു നല്ലൊരു പാത്വേ ആണ് ഓസ്ട്രേലിയയിൽ വന്ന് പെടാൻ വേണ്ടി. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1 year ഗ്യാപ്പ് വന്നാൽ ഓക്കെ, റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആണ്, 1 year ഗ്യാപ്പ് വന്നാൽ ഓക്കെ, നിങ്ങൾക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം, നിങ്ങൾ അതിനുവേണ്ടി എലിജിബിൾ ആയിരിക്കും. പക്ഷേ മാക്സിമം നമ്മളത് ട്രൈ ചെയ്യുക. ഇപ്പം നമ്മളിപ്പം ഫൈനൽ ഇയർ ആണെങ്കിൽ ആ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിനെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 to 5 lakhs കോസ്റ്റേ വരത്തുള്ളൂ. നമ്മൾ ഓർത്താൽ IELTS-ൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊരു നല്ലൊരു പാത്വേ ആണ്. ഇപ്പം ഇത് നിങ്ങളതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ വന്നതും ഈ ഒരു സെയിം പാത്വേയിലൂടെയാണ്. അപ്പം പലരും ചോദിക്കും, ഇപ്പോൾ 1 year വന്ന് 1 year കഴിഞ്ഞ് ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിക്കും. ഇപ്പോൾ 1 year കഴിഞ്ഞ് നിങ്ങൾക്ക് അത് സ്റ്റേ ബാക്കിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വിസ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫർദർ സ്റ്റേ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഇപ്പം നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റ്, നിങ്ങൾ വർക്കിംഗ് ആണ്. ഇപ്പം നിങ്ങളൊരു ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. അതിപ്പം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ റിസോർട്ടിലായിരിക്കാം, ചിലപ്പോൾ ഹോട്ടൽസിലായിരിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയുള്ളത് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ എംപ്ലോയർ ഹാപ്പിയാണ്, നിങ്ങളുടെ സർവീസിൽ, നിങ്ങളുടെ എഫിഷ്യൻസിയിൽ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവർക്ക് സ്പോൺസർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി വിസ നിങ്ങൾ ഇടുക. പിന്നെ ഈ സെയിം പഠിച്ച ഫീൽഡിൽ തന്നെ സ്റ്റഡി വിസ ഇട്ട് അത് കാരണം സ്റ്റുഡൻറ്റ് വിസ വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് 20 hours വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ജോലി കണ്ടുപിടിക്കാൻ പാടാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ വരുന്നു, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസസ് വേറെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ വന്നു, 1 year പ്രോഗ്രാമിലൂടെ വന്നു. അത് നമുക്ക് പെയ്ഡ് ഇൻറ്റേൺഷിപ്പായിട്ട് ഫുൾ ടൈം പോലെ ജോബാണ്. അപ്പം നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിലൂടെ കിട്ടുന്ന വരുമാനം മതി നമുക്ക് ഫർദർ വിസയാക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ ഈ ഒരു 1 year ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അതിൽ ഞാൻ സേവ് ചെയ്ത പൈസ കൊണ്ട് ഞാൻ സ്റ്റഡി വിസ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ
ഷെഫ്മാർക്കാണ് വേക്കൻസി കൂടുക. അപ്പോൾ ജോബ് സ്കില്ലിൽ അവരുടെ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് ഷെഫ്മാർക്ക് പെട്ടെന്ന് വിസ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കൊമേഴ്ഷ്യൽ കുക്കറി എടുത്തു, അതിൻ്റെ സെറ്റ് 3 എടുത്തു, സെറ്റ് 4 എടുത്തു, ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾക്കൊരു പിന്നീട് TR ടെമ്പററി റെസിഡൻസി 18 മന്ത്സ് സ്റ്റേ ബാക്ക് ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും വർക്കിന് കയറി പിന്നെ റീജിയനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത റീജിയണൽ വിസ ഇടാനുള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിസ ഓപ്പൺ ആവും. അപ്പം അതിലൂടെ നമുക്ക് ഫർദർ സ്റ്റേക്ക് കാര്യങ്ങൾ നടന്നു പോകും. അപ്പം ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും മിസ്സാകാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബാക്കി വിസയൊക്കെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ഈസിയാണ്. സമയമെടുക്കും, ഒരു 6 to 8 മന്ത്സ് എടുക്കും പ്രോസസ്സിങ് ടൈം തന്നെ. അപ്പോൾ അത് മാക്സിമം നമ്മളത് മിസ് ചെയ്യാതിരിക്കുക. കാരണം പഠിച്ച് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ്. കാരണം ഇപ്പോൾ വിസ കണ്ടീഷൻസൊക്കെ ഭയങ്കര ടഫ് ആക്കിക്കൊണ്ടിരിക്കുന്ന അവസരം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വിസ കേൾക്കാറ് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ അത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് പിന്നെ വിസ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പോയി. ഇപ്പോൾ അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റോ ഏത് പ്രൊഫഷനാണേലും അതിൽ വർക്ക് ചെയ്ത് പഠിത്തം കഴിഞ്ഞു അടുത്ത ജോലിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്ന് പെടാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ ഏജൻസി ത്രൂവോ നമ്മളെ സഹായിച്ച് നല്ല ലോയേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അവരിലൂടെയൊക്കെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം മാക്സിമം എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഓസ്ട്രേലിയ വന്ന് പെടാൻ നോക്കുക. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് ഹാർഡ് വർക്കില്ല. ബാക്കിയുള്ള വിസകളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്കില്ല, അത് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. അപ്പം ഇത് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല, വളരെ ചുരുക്കം പേർക്ക് കയറത്തുള്ളൂ. എൻ്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാടെ ഞാൻ വന്ന് 2016 ആ 16 കാലഘട്ടത്തിൽ ആകെപ്പാടെ ഹോൾ വേൾഡ് ഈ ലോകത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആകെപ്പാടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വന്നത് 12 പേരാണ്. ഇപ്പം ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും. പക്ഷേ എൻ്റെയൊക്കെ സമയത്ത് തന്നെ 12 പേരാണ് വന്നത്. കാരണം ഈ വിസയെപ്പറ്റി അങ്ങനെ മാക്സിമം ആർക്കും അറിയത്തില്ല, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കേ അറിയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം മിസ് ചെയ്യാതെ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ ഏജൻസിയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ ഞാനൊരു മൈഗ്രേഷൻ ഏജൻറ്റോ ലോയറോ ഒന്നുമല്ല. പിന്നെ നിങ്ങൾ ഇത് ഡയറക്റ്റ് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജെന്യുവിൻ ആണെന്ന് തെളിയിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും സ്വന്തക്കാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഏജൻസിയുടെ അടുത്തൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് അത് ജെന്യുവിൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുക, ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനി ഇടാം. അപ്പം ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ തരും. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി. മാക്സിമം റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പിള്ളേരിൽ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അവർക്കത് ഉപകാരപ്പെടുവാണെങ്കിൽ ഗുഡ്. സോ thank you all again for watching my video and stay tuned please. Thank you. Cheers.